സ്ക്വയർ. ഈ കാണുന്ന ചുവന്ന കെട്ടിടങ്ങൾക്കെല്ലാം നൂറ്റാണ്ടുകളുടെ പോരാട്ടങ്ങളുടെ കഥയാണ് പറയാനുള്ളത്. 1641 പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ഡച്ചുകാർ ഇവിടെ ഭരണം പിടിച്ചെടുത്തതോടെയാണ് ഈ പ്രദേശത്തിന്റെ ചരിത്രം മാറുന്നത്. ഇവിടെ കാണുന്ന ഭൂരിഭാഗം കെട്ടിടങ്ങളും അവർ നിർമ്മിച്ചതാണ്. തുടക്കത്തിൽ വെള്ള നിറമായിരുന്ന ഈ കെട്ടിടങ്ങൾ പിന്നീട് 1911 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ കാണുന്ന ചുവപ്പ് നിറത്തിലേക്ക് മാറ്റിയത്. ഈ കാണുന്നതാണ് തെക്കുകിഴക്കൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ഡച്ച് നിർമ്മിതിയായ ദി സ്റ്റാഡ്തൂയിസ്. 1650 ഡച്ച് ഗവർണർമാരുടെ ഔദ്യോഗിക വസതിയായി പണിതതാണിത്. തൊട്ടടുത്ത് കാണുന്ന ചുവന്ന ക്ലോക്ക് ടവറും 1753 പണിതീർത്ത മലേഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള പ്രൊട്ടസ്റ്റന്റ് പള്ളിയായ ക്രിസ്തു ചർച്ചും ഇവിടുത്തെ പ്രധാന കാഴ്ചകളാണ്. ചരിത്രമുറങ്ങുന്ന ഈ ചതുരത്തിന് നടുവിലുള്ള വിക്ടോറിയ രാജ്ഞിയുടെ ഫൗണ്ടൻ ഏറെ ആകർഷകമാണ്. മലേഷ്യയിലെ പ്രശസ്തമായ ഡച്ച് സ്ക്വയറിലെ ഈ ചുവപ്പൻ കാഴ്ചകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് ഈ കാണുന്ന മനോഹരമായ ട്രൈഷാകളാണ്. പ്രാദേശികമായി ഇവർ ഇതിനെ ബെക്ക എന്നാണ് വിളിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മലാക്കയിലെ പ്രധാന പൊതുഗതാഗത മാർഗമായിരുന്നു ഈ സൈഡ് കാർ റിക്ഷകൾ. സാധാരണ റിക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ നമ്മൾ ഇരിക്കുന്നത് സൈക്കിളിന്റെ വശത്തായി ഘടിപ്പിച്ച സീറ്റുകളിലാണ്. കാലം മാറിയപ്പോൾ ടൂറിസത്തിന്റെ ഭാഗമായി ഇതിന്റെ ലുക്കും മാറി. ഹലോ കിറ്റിയും പിക്കാച്ചുവും ഒക്കെയായി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന തീമുകളിലാണ് ഇന്ന് ഈ വണ്ടികൾ അലങ്കരിച്ചിരിക്കുന്നത്. വലിയ സ്പീക്കറിൽ പാട്ടും വെച്ച് രാത്രിയാകുമ്പോൾ കളർഫുൾ ലൈറ്റുകളോടെ പോകുന്ന ഈ ട്രൈഷാകളിലെ സവാരി മലാക്കയിലെ ഒരു അടിപൊളി അനുഭവം തന്നെയാണ്. ഇവിടുത്തെ ഡ്രൈവർമാർ വെറുമൊരു വണ്ടിക്കാരല്ല, യാത്രക്കിടയിൽ മലാക്കയുടെ ചരിത്രവും പ്രാദേശിക ഭക്ഷണവിശേഷങ്ങളും പറഞ്ഞു തരുന്ന മികച്ച ഗൈഡുകൾ കൂടിയാണവർ. മലാക്കയിലെ ഈ ചുവപ്പൻ കെട്ടിടങ്ങൾക്കിടയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു കൗതുക കാഴ്ചയാണ് ഈ കാണുന്ന മനോഹരമായ പശുക്കളുടെ പ്രതിമകൾ. ഇവിടെയുള്ള ചെറിയൊരു ഡച്ച് വിൻമില്ലിനു മുന്നിലാണ് ഇവ സ്ഥാപിച്ചിരിക്കുന്നത്. നെതർലൻഡിന്റെ കാർഷിക പാരമ്പര്യത്തിന്റെയും ഡച്ച് പൈതൃകത്തിന്റെയും ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ് ഈ നിർമ്മിതികൾ. സാധാരണ രൂപത്തിൽ നിന്നും മാറി മനോഹരമായ പൂക്കളും സ്വർണ്ണ വരകളുമൊക്കെ വരച്ചു ചേർത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു മോഡേൺ ആർട്ട് ശൈലിയിലാണ് ഈ പ്രതിമകൾ ഒരുക്കിയിരിക്കുന്നത്. മലാക്ക നഗരസഭയുടെയും മലേഷ്യൻ ടൂറിസം വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ ഒരുക്കിയ താൽക്കാലിക ആർട്ട് ഇൻസ്റ്റലേഷനുകളുടെ ഭാഗമായാണ് ഈ പശുക്കളുടെ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടത്. ഈ കാണുന്നതാണ് മലാക്ക ഹെങ്ങാൻ അസോസിയേഷൻ. ചൈനയിലെ ഫുജിയാൻ പ്രവിശ്യയിൽ നിന്ന് മലാക്കയിലേക്ക് കുടിയേറിയ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്കായി 1945 രൂപീകരിച്ചതാണിത്. പരമ്പരാഗത ചൈനീസ് വാസ്തുവിദ്യയുടെ ഭംഗി വിളിച്ചോതുന്നതാണ് ഈ കെട്ടിടത്തിന്റെ ഡിസൈൻ. ഈ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് പ്രശസ്തമായ ടിയാൻ ഹൗ ചൈനീസ് ക്ഷേത്രം, ടിയാൻ ഹൗ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കടൽ യാത്രക്കാരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സംരക്ഷകയായ മാസു ദേവതയ്ക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ചുവന്ന ചൈനീസ് വിളക്കുകളും മനോഹരമായ കൊത്തുപണികളും നിറഞ്ഞ ഈ കെട്ടിടം മലാക്കയിലെ ഒരു പ്രധാന കാഴ്ച തന്നെയാണ്. മലേഷ്യയിലെ മലാക്കയിലുള്ള ചരിത്രപ്രസിദ്ധമായ ജോങ്കർ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് ദ റോയൽ പ്രസ് എന്ന ലെറ്റർ പ്രസ് മ്യൂസിയത്തിലേക്കാണ്. 1938 ഒരു വാണിജ്യ പ്രിന്റിംഗ് പ്രസ്സായി തുടങ്ങിയ ഈ ഇടം ഇന്ന് പാരമ്പര്യ പ്രിന്റിംഗ് കലയെ അതേപടി സംരക്ഷിക്കുന്ന ഒരു മ്യൂസിയമാണ്. ഇവിടെയുള്ള കൊച്ചുമേശകളിൽ മനോഹരമായ സുവനീറുകളും പുസ്തകങ്ങളും കാണാം. കുട്ടികൾക്കായുള്ള ആകർഷകമായ സ്റ്റാൻഡുകളും പരമ്പരാഗത കെട്ടിടങ്ങളുടെ മനോഹരമായ മിനിയേച്ചർ പേപ്പർ മോഡലുകളും നമ്മുടെ ശ്രദ്ധ കവരും. ചുവരിലെ ബാനറുകളിൽ എഴുതിയതുപോലെ പഴയ ലെറ്റർ പ്രസ് അനുഭവങ്ങളെ ഇവിടെ പുതുതായി പുനർജനിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഹെറിറ്റേജ് കെട്ടിടത്തിന്റെ മുൻവശത്തേക്ക് നോക്കാം. വാതിലിനു മുകളിലായി ദ റോയൽ പ്രസ് എന്ന് കൊത്തിവെച്ച ആ പഴയ മരത്തിന്റെ ബോർഡ് കാണാം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഉയർന്ന വെള്ള മേൽക്കൂരയും പഴയകാല സീലിംഗ് ഫാനുകളും ആ പഴയ പ്രിന്റിംഗ് മെഷീനുകളുടെ ഡിജിറ്റൽ കാഴ്ചകളും നമ്മളെ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ദ റോയൽ പ്രസ് എന്ന ഈ ചരിത്ര ഇടത്തിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് പഴമയുടെ ഗന്ധമുള്ള വലിയ ലെറ്റർ പ്രസ് മെഷീനുകളാണ്. മെറ്റൽ ടൈപ്പുകൾ കൃത്യമായി അടുക്കി വച്ചിരിക്കുന്ന ഇതിന്റെ കീബോർഡും സംവിധാനങ്ങളും നമ്മെ അച്ചടിയുടെ ആ സുവർണ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും.
സന്ദർശകർക്കായി ഡു നോട്ട് ടച്ച് എന്നൊരു ബോർഡും ഇതിനു മുന്നിലായി കാണാം. മറുവശത്തുള്ള ആ മേശപ്പുറത്തേക്ക് നോക്കൂ. അവിടെയിരിക്കുന്നത് ഒരു പഴയ ടൈപ്പ്റൈറ്റർ മാതൃകയിലുള്ള മെഷീനാണ്. അതിന് തൊട്ടു പിന്നിലെ ചുവരിലുള്ള ആ ഭംഗിയുള്ള ചെറിയ ജനാലയ്ക്കുള്ളിൽ ഈ മ്യൂസിയത്തിലെ ചില ഉൽപ്പന്നങ്ങൾ മനോഹരമായി പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ തടി കൊണ്ടുള്ള വലിയ ഷെൽഫുകളിലേക്ക് നോക്കിയാൽ ഈ പ്രസിന്റെ ചരിത്രം വിളിച്ചോതുന്ന ഒട്ടനവധി വസ്തുക്കൾ കാണാം. പഴയ കാലത്തെ ടെലഫോൺ, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകൾ എന്നിവയ്ക്കൊപ്പം വി മസ്റ്റ് മെയിൻറ്റെയിൻ ദ നെയിം എന്ന് തുടങ്ങുന്ന ഈ പ്രസിന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു കുറിപ്പും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണുന്നത് വലിയ റോൾ ചെയ്ത പേപ്പറുകളുമായി നിൽക്കുന്ന, മുൻകാലങ്ങളിൽ വലിയ തോതിൽ അച്ചടി നടത്തിയിരുന്ന ആ ഭീമാകാരമായ പ്രിന്റിംഗ് മെഷീനുകളാണ്. ചുവന്ന ടൈലുകൾ പാകിയ ഈ കെട്ടിടത്തിന്റെ നടുമുറ്റത്തെ കാഴ്ചകളും ഇവിടെ എത്തുന്ന സന്ദർശകരും ചേർന്ന് നമ്മളെ പൂർണ്ണമായും ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും.